പോഷന്മാരുടെ ഭാഗമായിട്ട് ICDSന്റെ ആഭിമുഖ്യത്തിൽ വിവിധ അംഗനവാടികളിൽ നിന്ന് ടീച്ചർമാർ തയ്യാറാക്കിക്കൊണ്ടിട്ടുള്ള സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണം, പോഷണ സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണത്തിന്റെ ഒരു എക്സിബിഷൻ ആയിട്ട് അവിടെ നടക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് തലങ്ങളിൽ വാർഡ് മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്നുണ്ട്. അതൊരു വിവിധ അംഗനവാടികൾ ടീച്ചർമാരും ഇവിടെ പങ്കുചേർന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ എഫേർട്ട് എടുത്തുകൊണ്ട് വളരെ വൃത്തിയായിട്ട് നല്ലൊരു ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അവരിത് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സമയം എടുത്തിട്ടാണ് വിവിധ ഫുഡുകൾ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും അതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് വലിയൊരു സപ്പോർട്ട് കൊടുത്താൽ അത് നമുക്കെന്ന് വെച്ചാൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട കുറച്ച് ഫുഡുകളാണ് ഇതൊക്കെ. നമ്മൾ ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഒരു പുതിയ തലമുറ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു എക്സിബിഷനാണ്. എക്സിബിഷൻ ഔപചാരികമായിട്ട് പ്രസിഡന്റ് ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു പരിപാടികളൊക്കെ തുടങ്ങാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വന്നപ്പോൾ ഇവരുടെ ഭക്ഷണങ്ങളൊക്കെ കണ്ടത് ജസ്റ്റ് ഒന്ന് എന്താ വെച്ചാൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഭയങ്കര തിരക്കായിരിക്കും. തുടക്കത്തിൽ തന്നെ ആകുമ്പോൾ വൃത്തിയായിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ സമയം വേണ്ടി വരും. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ, ഇതെല്ലാം നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് നിന്ന് കിട്ടുന്ന ഐറ്റങ്ങൾ വെച്ച് ഉണ്ടാക്കിയാണ്. അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു കുറച്ച് സമയം കൂടെ വൈകിട്ടുണ്ട്. 10 മണി എന്ന് പറഞ്ഞ് 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചർമാരൊക്കെ വെയിറ്റിംഗ് ആണ്. എല്ലാ ടീച്ചർമാരും അടിപൊളിയായിട്ട് ഒരേപോലെ യൂണിക്കായിട്ടുള്ള സാരിയെ കൊടുത്തിട്ട് യൂണിഫോമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആ ഒരു ഒരുമ അതിന് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു, പ്രസിഡന്റ് വരുന്നില്ല. അപ്പോൾ ഞാൻ പതിയെ ഒരു ഐറ്റം എടുത്ത് കഴിച്ചിട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും റാഗിയുടെ ഒരു ഐറ്റമാണ്. നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ കാത്തിരിപ്പാണ്. അവസാനം പ്രസിഡന്റ് വരാത്തതുകൊണ്ട് ഡോക്ടർ നേരെ കയറിയിട്ട് ഡോക്ടർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനിടയിൽ നമ്മൾ കുറച്ച് മെമ്പർമാരെല്ലാവരും ചേർന്ന് ആശംസകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണത്തിലേക്കാണ് നോക്കുന്നത്. ഭക്ഷണം അവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇത്ര എഫേർട്ട് എടുത്ത് വരുന്ന സമയത്ത് അവർ അത് രീതിയിലേക്ക് നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. ഇവിടെ പിന്നെ ചെയർമാൻ എന്തൊക്കെയാണ് തള്ളുന്നുണ്ടായിരുന്നു, വികസനങ്ങളെക്കുറിച്ചൊക്കെയാണ്. സത്യം പറഞ്ഞ് ഇതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല, പാർട്ടി പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് അങ്ങനെ തള്ളി മറിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അവസരം എല്ലാം കഴിഞ്ഞ് തള്ളലും കഴിഞ്ഞിട്ട് നേരെ ഫുഡിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അങ്ങനെ പ്രസിഡന്റ് വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ നല്ല സന്തോഷത്തോടെ കഴിക്കുകയാണ്. ടീച്ചർമാർ സമ്മതിക്കാതെ കേട്ടാ. ഒരു ടീച്ചർ എനിക്കൊരു ഐറ്റം ഉണ്ട്, ഒരു പുതിന ചമ്മന്തിയും ഒരു വ്യത്യസ്തമായൊരു ദോശയും, ഇഡ്ഡലിയും ദോശയൊക്കെ ഒരു പരുവത്തിലാണത്. അതുപോലെ തന്നെ മാംഗോന്റെ ഒരു പച്ച മാങ്ങയുടെ ജ്യൂസ് ഇട്ടാ, അതെനിക്ക് ഡിഫറെൻ്റ് ആയി തോന്നി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഗോദയിലെ യുദ്ധവും കഴിഞ്ഞിട്ട് ഞങ്ങൾ പിരിയാണേ ഒരു ചക്കയുടെ പഴവും കഴിച്ചിട്ട്. ഓക്കെ.